ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ദുബായ് ഫ്രെയിം കാണാൻ പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ദുബായ് ഫ്രെയിം കാണാനായിട്ട് പോകാം. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഭാഗമാണിത്. നമുക്ക് ഓൺലൈൻ വഴി വേണമെങ്കിലും ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇവിടെ വന്ന് കൗണ്ടറിൽ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. പാർക്കിംഗ് സൗകര്യമൊക്കെ ഇഷ്ടം പോലെ ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റും. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സബീർ പാർക്കിൻ്റെ അടുത്തായിട്ട് ഗേറ്റ് നമ്പർ 4 ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട. അല്ലാതെ 3 വയസ്സിന് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 20 ദിർഹവും അഡൽസിന് 50 ദിർഹവുമാണ് ഇവിടുത്തെ ചാർജ്. രാവിലെ 9 തൊട്ട് വൈകിട്ട് 9 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. അപ്പം അതിൻ്റെ പുറത്തൊക്കെ നല്ല ഭംഗിയിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഐറ്റംസ്, ജ്യൂസ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ഷോപ്പുകൾ വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാം. ഇതുപോലെ 2-3 ഷോപ്പുകൾ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 150 മീറ്ററാണ്. 150 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ യു എയുടെ പഴയ 70 വർഷം മുന്നേ ഉള്ള കുറേ കാര്യങ്ങളും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, യു എ പണ്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പം കറൻ്റ് യു എ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫ്യൂച്ചറിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം യു എ എങ്ങനെ മാറും, എങ്ങനെ ആവും എന്നുള്ളതും ഇതിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കവിടെ ഫോട്ടോസൊക്കെ എടുക്കാനും കുറേ സ്പേസ് അതിനായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ, ഇത് കാണാനും ഒക്കെ പറ്റും. അവധി ദിവസമായിട്ട് പോലും, ഇത് അവധി ദിവസമല്ല, ഇത് വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനുള്ളിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. നല്ല ഹൈറ്റിലാണ്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ലിഫ്റ്റ് വഴി പോകും. ഉള്ളിൽ മേലെ പോയി താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മേലെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മേലെ നമുക്ക് ഗ്ലാസ് ഫ്രെയിമിൽ കൂടെ നടക്കാനുള്ള സൗകര്യം, താഴെയുള്ളതെല്ലാം കണ്ട് നടക്കാനുള്ള സൗകര്യങ്ങളും, അതിൻ്റെ 2 വശത്തായിട്ട് പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. ഇതിനുള്ളിൽ പോകുമ്പോൾ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. So here in Dubai frame, you will go into 3 parts. We have the past, the present, and the future zone. In the past zone, we'll take you back in time and the history of Dubai. This museum will take you 70 and 80 years back. And once you go up, you will see the present zone, the current Dubai. And also from the top, you also have a view of the old and the new city. And afterwards, once you're done, we have the future zone. It will be a 3D show that will take you to 2050, and you'll be able to experience how Dubai is going to be 30 years from now. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഉള്ളിലോട്ട് പോകുമ്പോൾ 70 വർഷം മുന്നേയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അവർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളും അവർ ജീവിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ കാണിച്ചു തരുന്നത്.
രണ്ട് സൈഡിലായിട്ട് പഴയ ദുബായും, ഇത് പഴയ ദുബായാണ്. പഴയ ദുബായിലെ ബിൽഡിങ്സും ഒക്കെ റിയൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കുമല്ല. ഇത് റിയൽ ആയിട്ട് ഒരു സൈഡിൽ പഴയ കാര്യങ്ങളും പഴയ ബിൽഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പുറത്തെ സൈഡിൽ പുതിയ, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും കാണുമ്പോൾ തന്നെ. ഇത് പുതിയ ദുബായിയാണ്. ഇപ്പോൾ പുതിയ ദുബായ് എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ദുബായിയുടെ പാർട്ടാണ്. ഇതിന് നടുക്കൂടെ ഇതുപോലെ ഗ്ലാസ്, താഴ്ഭാഗത്ത് ഗ്ലാസ് ഉണ്ട്. ഇത് നമുക്ക് ഇതിനകത്തൂടെ നടക്കുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവുകയും നമുക്ക് അടിവശത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. കുറച്ച് ദൂരെ ഇത് ഇങ്ങനെ ഉണ്ട്. കുറേ ബിൽഡിങ്ങുകൾ അടുത്തടുത്തടുത്തതുപോലെ. സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. മേലെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാം. അതിനുശേഷം വേറൊന്നുണ്ടോ, ഇതിനകത്ത് നമ്മൾ എന്തെഴുതിയാലും എന്ത് വരച്ചാലും ഇതാ ഈ ഡിസ്പ്ലേയിൽ തെളിയും. ഇപ്പം നോക്കിക്കേ, ഇതിലെഴുതുന്ന കാര്യങ്ങൾ, ആ താഴത്തെ ഡിസ്പ്ലേ എഴുതുന്ന കാര്യങ്ങൾ ഈ ഫ്രെയിമിൽ തെളിഞ്ഞു വരും. ഭാഗത്ത് അങ്ങനെയുള്ള ആ എഴുതുന്ന ഡിസ്പ്ലേസും ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ്സിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആവുകയും നമുക്ക് അടിയിലുള്ളത് കാണാൻ പറ്റും. ഗ്ലാസിൻ്റെ മേലെ കൂടെ നമുക്ക് സേഫായിട്ട് നടന്നു പോകാൻ പറ്റും. അല്ല, ഗ്ലാസ്സിൽ കൂടെ നടക്കേണ്ടാത്തവർക്ക് നേരെ മാറി വേണമെങ്കിലും നടക്കാം. ഇതെല്ലാം ഇപ്പം കറൻ്റ്ലി ഉള്ള UAE-യുടെ ദുബായിയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫ്യൂച്ചറിലോട്ട്, അതായത് ഇനി വരാൻ പോകുന്ന ദുബായ് കാണാനായിട്ട് പോകും. ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴെയാണ് ഇതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ലിഫ്റ്റ് വഴി താഴോട്ട് പോകും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇവിടെ പുതിയ, അതായത് ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ കാണുന്നത്. ഇത് ഡിസ്പ്ലേ വഴി അവർ നമ്മളെ കാണിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ആകും.
അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റും. ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഏരിയാസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ താഴെ നമ്മൾ മേലെ എടുത്തില്ലേ ഫോട്ടോസ്, അപ്പോൾ അത് നമുക്ക് ഇവിടെ താഴെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ബൈ.